സുഡാനിലെ വടക്കൻ ഡാഫൂർ പ്രവിശ്യയുടെ തലസ്ഥാനമായ എൽ ഫാഷർ നഗരം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ RSF പിടിച്ചെടുത്തതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തത്തിന്റെ ഭീകരമായ പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ്. 18 മാസത്തെ ശക്തമായ ഉപരോധത്തിന് ശേഷമാണ് സുഡാനീസ് സായുധ സേനയുടെ അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രമായിരുന്ന ഈ നഗരം RSF കൈക്കലാക്കിയത്. എൽ ഫാഷർ പിടിച്ചെടുത്തതിന് പിന്നാലെ RSFും സഖ്യസേനകളും വ്യാപകമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടതായി ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും സാക്ഷ്യപ്പെടുത്തുന്നു. വീടുതോറുമുള്ള പരിശോധനയ്ക്കിടെ സാധാരണക്കാരെ കൂട്ടമായി വധിച്ചതിനെക്കുറിച്ചും നഗരത്തിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ വംശീയ കാരണങ്ങളാൽ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയതിനെ കുറിച്ചുമുള്ള വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചതായി UN മാനുഷിക ദുരിതാശ്വാസ കോർഡിനേറ്റർ ടോം ഫ്ലെച്ചർ സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചു. സ്ത്രീകളും പെൺകുട്ടികളും ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ആളുകളെ അംഗഭംഗപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്യുന്നു, തികച്ചും ശിക്ഷാ നടപടികളില്ലാതെ, അദ്ദേഹം പറഞ്ഞു. ഹെൽ ഹ്യൂമനിറ്റേറിയൻ റിസർച്ച് ലാബ് പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനത്തിൽ നഗരത്തിലെ തെരുവുകളിലും മറ്റുമായി മൃതദേഹങ്ങളുടെ കൂട്ടങ്ങൾ കാണിക്കുന്നു. ഇത് പട്ടാള നടപടിക്രമമനുസരിച്ചുള്ള വംശീയ ലക്ഷ്യം വെച്ചുള്ള അക്രമത്തിന്റെ സൂചന നൽകുന്നു. എൽ ഫാഷറിലെ സൗദി മെറ്റർനിറ്റി ഹോസ്പിറ്റലിൽ ഏകദേശം 460 ആളുകൾ, രോഗികളും ജീവനക്കാരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തത് ഭീതി വർദ്ധിപ്പിക്കുന്നു. എൽ ഫാഷറിലെ ഫർ, സംഗാവ, ബർട്ടി തുടങ്ങിയ അറബ് ഇതര തദ്ദേശീയ സമൂഹങ്ങളെ ബലപ്രയോഗത്തിലൂടെ കുടിയൊഴിപ്പിച്ചും കൂട്ടക്കൊലകൾ നടത്തിയും വ്യവസ്ഥാപിത ബോധപൂർവമായ വംശീയ ഉന്മൂലന പ്രക്രിയയാണ് നടക്കുന്നതെന്ന് എൽ ലാബ് ചൂണ്ടിക്കാട്ടി. 2003 ഡാഫൂർ അതിക്രമങ്ങൾക്ക് കാരണക്കാരായ ജാൻവീദ് മിലീഷ്യൻ നിന്നാണ് RSF വളർന്നു വന്നത്. US സർക്കാർ RSFന്റെ പ്രവർത്തനങ്ങളെ വംശഹത്യയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിക്രമവും പട്ടിണിയും കാരണം സാധാരണക്കാർ കൂട്ടമായി പലായനം ചെയ്യുന്നതിനെ തുടർന്ന് എൽ ഷാഫറിലെ ജനസംഖ്യ ഈ വർഷം മാത്രം 62% കുറഞ്ഞതായി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് ചെയ്തു. സുഡാനിലുടനീളം കണക്കാക്കപ്പെടുന്ന 24 ദശലക്ഷം ആളുകളാണ് കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നത്. ഡാർഫർ മേഖലയിൽ ക്ഷാമത്തിന്റെ അവസ്ഥ സംജാതമായിട്ടുണ്ട്. ഡാർഫറിലെയും കോർഡോഫാനിലെയും സ്ഥിതിഗതികളെ UN അഭയാർത്ഥി ഏജൻസി ഏറ്റവും മോശമായ സ്ഥാനചലന പ്രതിസന്ധി എന്നാണ് വിശേഷിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് കാൽനടയായി തവില പോലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യുന്നത്. പലായനം ചെയ്യുന്നവർ RSF പോരാളികളിൽ നിന്ന് ബലാത്സംഗം, പണം തട്ടിയെടുക്കൽ, തടവിലാക്കൽ തുടങ്ങിയ അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എൽ ഫാഷറിന്റെ വീഴ്ചയെ സുരക്ഷാ ചലനാത്മകതയിലെ ഒരു പ്രധാന മാറ്റമെന്നാണ് ആഫ്രിക്കയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മാർത്ത ഫോബി വിശേഷിപ്പിച്ചത്. വംശീയ അതിക്രമവും കൂട്ട അതിക്രമങ്ങളും സുഡാനിയിലുടനീളം പ്രത്യേകിച്ച് കോർഡോഫാൻ, ബ്ലൂ നൈൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിനെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി. UN സുരക്ഷാ കൗൺസിൽ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചുവെങ്കിലും സഹായം എത്തിക്കുന്നതിനും സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള നടപടികൾ ഇപ്പോഴും ദുർബലമാണ്. സംഘർഷത്തിലേക്ക് ആയുധങ്ങളുടെ ഒഴുക്ക് തടയാനും മാനുഷിക സഹായം ഉറപ്പാക്കാനും ഉടനടി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ടോം ഫ്ലെച്ചർ ആവശ്യപ്പെട്ടു. മണിൽ രക്തം, കൈകളിൽ രക്തം എന്ന് അദ്ദേഹം നടത്തിയ പരാമർശം ലോകത്തിന്റെ നിഷ്കൃതിയെ തുറന്നു കാട്ടുന്നു. എന്നാൽ ഫാഷറിന്റെ പതനം സുഡാനിൽ ഒരു യഥാർത്ഥ വിഭജനത്തിനും നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. സാധാരണക്കാരെ സംരക്ഷിക്കുമോ അതോ പൂർണ്ണമായ മാനുഷിക തകർച്ച അനുവദിക്കുമോ എന്ന നിർണായക പരീക്ഷണമാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. എൽ ഫാഷറിന്റെ പതനം സുഡാനിയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. ഡാർഫറിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം RSFന് ലഭിച്ചത് രാജ്യത്തെ ഔദ്യോഗികമല്ലാത്ത വിഭജനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. SAFന് കിഴക്കൻ, വടക്കൻ മേഖലകളിലും RSFന് പടിഞ്ഞാറൻ മേഖലകളിലും നിയന്ത്രണം വരുന്നതോടെ സുഡാൻ ഒരു നീണ്ട ആഭ്യന്തര യുദ്ധത്തിലേക്കും രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കും നീങ്ങുമെന്ന് ആശങ്ക ശക്തമാണ്.